ഓക്കെ, ഇനി നമുക്ക് സ്മാർട്ട് ട്രേഡർ ഇൻഡിക്കേറ്ററിൻ്റെ വെർഷൻ 4.5-ൽ നമുക്ക് ഒരു എൻട്രിയും എക്സിറ്റും എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റും ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ. ഒന്ന് ഹൈ പ്രൊബാബിലിറ്റി എൻട്രി. ആ എൻട്രി എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇത് ഒരു ലോങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു സിമ്പിൾ വരണം, ഒരു ബുള്ളിഷ് സിമ്പിൾ വരണം, ശേഷം ലോങ് കാണിക്കണം. ഉടനെ തന്നെ ലോങ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ലെവൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു എൻട്രി ഇതൊരു എൻട്രി മെത്തേഡാണ്. ഈ രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ബുള്ളിഷ് സിമ്പിളിന് ശേഷം ലോങ് അടുത്ത് തന്നെ വരികയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമ്മൾ മാക്സിമം ഒരു 20 ക്യാൻഡിലിനകത്ത് തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിട്ട് എടുക്കാം. അതിന് മുകളിലോട്ടുള്ളതാണെങ്കിൽ നമ്മളത് നോക്കേണ്ടതില്ല. ഓക്കെ, ഇവിടെയൊക്കെ ആണെങ്കിലും മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇത് 12 ബാറിന് ശേഷമാണ് ഷോർട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സിമ്പിൾ കാണിച്ചു, അത്യാവശ്യം മൂവ്മെൻറ്റ് താഴോട്ട് നടത്തി 12 ബാറിന് ശേഷമാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് താഴോട്ട് കാണിച്ചത് കൊണ്ട് ആ ഒരു ടാർജറ്റും അടിച്ചിട്ടുണ്ട്, 2 ടാർജറ്റും അടിച്ചിട്ടുണ്ട്, 1:2 ലെവൽ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബുള്ളിഷ് സിമ്പിൾ നോക്കണം, ഒരു ലോങ് ട്രേഡും നോക്കണം. ഒരു ഷോർട്ട് ട്രേഡാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബെയറിഷ് സിമ്പിളും ശേഷം ഷോർട്ടും വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് പ്ലേസ് ചെയ്യാം. ഇതൊരു നമുക്കൊരു നല്ല വിന്നിങ് തരുന്നൊരു എൻട്രി മെത്തേഡാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സിമ്പിൾ കാണിച്ച് മാർക്കറ്റ് താഴോട്ട് മൂവ് നടത്തിയതിന് ശേഷം വരുന്ന ഷോർട്ടായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം എക്സാമ്പിൾ നമ്മൾ ഇതേപോലത്തെ ഒരു എൻട്രി ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിൻ ചെയ്യണമെന്നില്ല. ഇതുണ്ട്, ഇവിടെ ഒരു ബെയറിഷ് സിമ്പിൾ കാണിച്ചിട്ട് മാർക്കറ്റ് ജസ്റ്റ് മേലോട്ട് പോയി ശേഷം താഴോട്ട് വന്ന് എന്നിട്ടാണ് പിന്നെ വീണ്ടും മേലോട്ട് പോയി ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയത്. അപ്പം നമ്മുടെ ഇവിടെ ഷോർട്ട് കാണിച്ച ടൈമിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റോപ്പ് ലോസ് എല്ലാം ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം ട്രേഡ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തൊരു എൻട്രി മെത്തേഡ്, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്, ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് കാണിക്കുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് എൻട്രി എടുത്ത് പോവാം. അത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ലോങ് കാണിക്കുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. അവിടെ വേറെ എക്സ്ട്രാ കൺഫർമേഷൻ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എൻട്രി മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു ട്രേഡ് എങ്ങനെ എക്സിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 5 രീതിയിൽ നമുക്ക് ഈ ഒരു ട്രേഡിനെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറയുന്നത് സേഫ് ആൻഡ് ലെസ് റിവാർഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് TP എത്തുന്ന ടൈമിൽ 50% പൊസിഷൻ അവിടെ ക്ലോസ് ചെയ്യും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് മുന്നിലോട്ട് മാറ്റിയിട്ട് അവിടെ സേഫ് ആവും. ശേഷം ബാക്കി വരുന്ന പൊസിഷൻ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ പീക്ക് ഏരിയ എത്തുന്ന ടൈമിൽ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഈ ഒരു ട്രേഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോങ് സിഗ്നൽ വന്നു, ശേഷം നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഇവിടെ പ്ലേസ് ചെയ്തു. ശേഷം 1:1 അല്ല ഫസ്റ്റ് ടാർജറ്റ് എത്തിയ ടൈമിൽ നമ്മൾ നമ്മുടെ ട്രേഡിൻ്റെ ഒരു 50% ഇവിടെ ക്ലോസ് ചെയ്യും, ഈ ഫസ്റ്റ് ടാർജറ്റ് ക്ലോസ് ചെയ്യും. ശേഷം നമ്മൾ ഈ സ്റ്റോപ്പ് ലോസിനെ ബ്രേക്ക് ചെയ്യുന്നതിലോട്ട് മൂവ് ചെയ്യും, ഇവിടെ ഇപ്പോൾ സേഫ് ആവും. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബാക്കി വരുന്ന 50% പൊസിഷനെ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് 1:2 അല്ലെങ്കിൽ ഈ ഒരു പീക്ക് പ്രോഫിറ്റിൻ്റെ ക്ലോസ് ക്യാൻഡിൽ അത് വരുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ ഏകദേശം 1:2.57 റിസ്ക് റിവാർഡ് വരുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മൾ ക്ലോസ് ചെയ്യാം. ഈ രീതിയിലായിരിക്കും നമ്മൾ ഈ ഫസ്റ്റ് മെത്തേഡിൽ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡാണ്, സെക്കൻഡ് എക്സിറ്റ് മെത്തേഡാണ് മീഡിയം റിസ്ക് ആൻഡ് മോഡറേറ്റ് റിവാർഡ്. ഇതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് TP ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ 50% പൊസിഷൻ ക്ലോസ് ചെയ്യും. ബാലൻസ് വരുന്നത് 1:2 അല്ലെങ്കിൽ പീക്ക് ഏരിയയിൽ വന്നിട്ട് ക്ലോസ് ചെയ്യും. ഇതിൽ ഡിഫറൻസ് വരുന്നത് നമ്മൾ ബ്രേക്കിങ്ങിലോട്ട് മാറ്റുന്നില്ല എന്നുള്ള ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. ഇവിടെ ഒരു ലോങ് സിഗ്നൽ വന്നു, ശേഷം നമ്മളിവിടെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു, എക്സാമ്പിൾ ട്രേഡ് പ്ലേസ് ചെയ്തു. ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. എന്നിട്ട് ഫസ്റ്റ് TP എത്തുന്ന ടൈമിൽ നമ്മൾ 50% ഇവിടെ ക്ലോസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് വരുന്നത് നമ്മൾ ഈ ഒരു സെക്കൻഡ് TP അല്ലെങ്കിൽ ഈ ഒരു പീക്ക് ഏരിയൻ്റെ ക്യാൻഡിൽ ക്ലോസിൽ ഏകദേശം ഇവിടെ ആയിരിക്കും വരുന്നത്, ആ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്യും. അങ്ങനെ ആയിരിക്കും ഈ ഒരു സെക്കൻഡ് എക്സിറ്റ് മെത്തേഡ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റിൽ നിന്നും ഈ സെക്കൻഡിലോട്ട് വരുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഈവനിലോട്ട് സ്റ്റോപ്പ് ലോസിനെ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മൂവ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഫുള്ളായിട്ട് കിട്ടി. കാരണം
നമ്മൾ ഈ ഫസ്റ്റ് ടി പി അടിച്ചതിന് ശേഷം കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ശേഷം അവിടെ നിന്ന് മൂവ്മെൻറ്റ് നടത്തി മേലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഫുൾ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റി അങ്ങനെ വന്നപ്പോൾ. അപ്പോൾ ഇതാണ് ഒരു സെക്കൻഡ് എക്സിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് മെത്തേഡാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ കംപ്ലീറ്റ് പൊസിഷനും ടേക്ക് പ്രോഫിറ്റ് 2 ലെവലിൽ അല്ലെങ്കിൽ പീക്ക് പ്രോഫിറ്റ് ലെവലിലായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഷോർട്ട് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വയ്ക്കുന്നു. നമ്മൾ ശേഷം ഈ TP2 അല്ലെങ്കിൽ ഈ ഒരു പീക്ക് പ്രോഫിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് മെത്തേഡാണ്. ഇനിയുള്ളത് ഹൈ റിസ്ക് മോർ റിവാർഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ TP2 മാർക്കറ്റ് നമ്മൾ TP2 റീച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ 1.5 റിസ്ക് റിവാർഡിലോട്ട് മാറ്റി വയ്ക്കണം. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ 1.5 റിസ്ക് റിവാർഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് അവിടെ ലോക്ക് ചെയ്യണം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് പിന്നെയും താഴോട്ട് പോകുന്നുള്ളതാണ്. മാർക്കറ്റ് താഴോട്ട് പോകുന്ന ടൈമിൽ മാക്സിമം പീക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിന് താഴോട്ട് പോകണമെങ്കിൽ അത്രയും മാക്സിമം റൈഡ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ലോങ് സിഗ്നൽ കിട്ടി, നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. അതേപോലെ നമ്മളിവിടെ സെക്കൻഡ് TP അടിച്ചു. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് ഈ ഒരു ഏരിയയിലോട്ട് ഏകദേശം 1:1.5 എവിടെയാണ് വരുന്നത് അവിടെ വയ്ക്കണം. 1:1.5 ഇവിടെയാണ് വരുന്നത്. അവിടെ വെച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റ് മാക്സിമം റൈഡ് ചെയ്യണം. മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം 1:2 നിൽക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിലായിരിക്കും വരുന്നത്. ശേഷം മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇനിയും മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഒന്നിൽ നമുക്ക് ഈ ഒരു പീക്ക് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം നമുക്ക് നമ്മുടെ ട്രേഡ് എത്രത്തോളം മൂവ്മെൻറ്റ് നടത്തുമോ അത്രത്തോളം നമുക്ക് ട്രേഡ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. നമുക്കിപ്പോൾ മാക്സിമം ട്രേഡ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസും ട്രയൽ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. ഇപ്പോൾ 1:3 എത്തുന്ന ടൈമിൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡിലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാറ്റാം. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ട്രയൽ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. അപ്പോൾ അതാണ് നമ്മുടെ 4ാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലോ റിസ്ക് ഹൈ റിവാർഡ് മെത്തേഡാണ്. ഇതിലെങ്ങനെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ TP1 റീച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിന് മൂവ് ചെയ്ത് ബ്രേക്ക് യൂണിറ്റ് മാറ്റും. ശേഷം നമ്മളെ ഫുൾ പൊസിഷൻ TP2 ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് ലാസ്റ്റ് മെത്തേഡ്. അതെങ്ങനെ നോക്കാം. ഇതൊരു ട്രേഡാണ്. ഈ TP1 ഇവിടെ റീച്ച് ചെയ്തു. ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസിനെ മേലോട്ട് ബ്രേക്ക് യൂണിറ്റ് മാറ്റും. ശേഷം നമ്മൾ TP2 എത്തുന്ന ടൈമിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യും. ഇതാണ് ലാസ്റ്റ് മെത്തേഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും രീതിയിൽ നമുക്കൊരു ട്രേഡിനെ എക്സിറ്റ് ചെയ്യാൻ പറ്റും ഈ ഇൻഡിക്കേറ്ററിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട്.